കഴിഞ്ഞ യാത്രയെപ്പോലെ തന്നെ ഇത്തവണത്തെ മടക്കയാത്രയും എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും രസകരമായിരുന്നില്ല. 4 ദിവസം പോയത് അറിഞ്ഞതേയില്ല. എല്ലാ ദിവസവും ഓരോരോ സ്ഥലങ്ങളിലേക്കുള്ള യാത്രകളായിരുന്നില്ലേ. എന്താ പാറു ഒരു ഉന്മേഷക്കുറവ്? അച്ഛൻ ചോദിച്ചു. അവൾക്ക് തിരുവനന്തപുരത്ത് നിന്നും പോന്നതിന്റെ വിഷമമാണല്ലേ? അമ്മ ചോദിച്ചു. ശരിയാണ് എന്ന് ഞാൻ തലയാട്ടി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ച ശേഷം കുറച്ചുനേരം ഞാൻ അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങി. വൈകുന്നേരത്തോടെ ഞങ്ങൾ നാട്ടിൽ തിരിച്ചെത്തി. ഇത്തവണയും മണിക്കുട്ടിയോടും നാണിയമ്മയോടും വിശേഷങ്ങൾ പറയാൻ എനിക്ക് ധൃതിയായി. വിശേഷങ്ങളെല്ലാം പറഞ്ഞു. തിരുവനന്തപുരത്തുനിന്ന് വാങ്ങിയ പലഹാരവും നാണിയമ്മയ്ക്ക് കൊടുത്തപ്പോൾ അവർ സന്തോഷത്തോടെ എന്നെ ഉമ്മ വെച്ചു. അല്ലെങ്കിലും പാറൂട്ടി നാണിയമ്മയെ മറക്കില്ല, എനിക്കറിയാം. നാണിയമ്മ എന്നെ ഒന്നുകൂടി പുകഴ്ത്തി. പലഹാരങ്ങൾ ലാസറേട്ടനും അന്തോണിക്കും അയൽവക്കത്തുള്ളവർക്കും പങ്കുവെച്ചു കൊടുത്തു. അമ്മ തിരുവനന്തപുരത്തു നിന്നും കൊണ്ടുവന്നതായതുകൊണ്ട് അവർക്കും കൂടുതൽ താല്പര്യം തോന്നി. രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം അമ്മ വിളിക്കുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. നേരം വല്ലാതെ വൈകിയല്ലോ. ചേട്ടൻ എണീറ്റ് പല്ലുതേപ്പുമൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുന്നു. നിനക്കെന്താ പറ്റിയത്? അമ്മ ചോദിച്ചു. ഉണർന്നെണീറ്റപ്പോൾ തന്നെ ആകപ്പാടെ ഒരു അസ്വസ്ഥത, ചെറിയ തൊണ്ടവേദനയും ജലദോഷവും തോന്നി. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുതപ്പ് മാറ്റിയപ്പോൾ നല്ല തണുപ്പ്. ആകെ ഒരു വയ്യായിക. വിളിച്ചിട്ടും കാണാതെയായപ്പോൾ അമ്മ മുറിയിലേക്ക് അന്വേഷിച്ചു വന്നു. എന്താ പാറു, ഞാൻ വിളിച്ചത് കേട്ടില്ലേ? അച്ഛനും ചേട്ടനും കുളിക്കാൻ പോകാനായി പുറപ്പെടുന്നു. എനിക്ക് തീരെ വയ്യ അമ്മേ. എന്തുപറ്റി? അമ്മ ചോദിച്ചു. അമ്മ ഉടൻ എന്റെ നെറ്റിയിൽ തൊട്ടുനോക്കി. പനിക്കുന്നുണ്ടല്ലോ. അച്ഛനും ചേട്ടനും പിന്നാലെ നാണിയമ്മയും എത്തി. പാറുവിന് പനിക്കുന്നുണ്ട്, അമ്മ പറഞ്ഞു. ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞ് അച്ഛൻ പോകാനായി പുറപ്പെട്ടു. ഇത് കേട്ട് നാണിയമ്മ പറഞ്ഞു. മരുന്നൊന്നും വേണ്ട, ഇതൊരു ചെറിയ പനിയല്ലേ. ഇതിനുള്ള മരുന്ന് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം. ശരിയാ, നാണിയമ്മയുടെ മരുന്ന് കുടിച്ചാൽ ഏതു പനിയും പമ്പ കടക്കും. പാറു ഇന്ന് കുളത്തിൽ കുളിക്കാനൊന്നും പോണ്ടാട്ടോ. പല്ല് തേച്ചു കഴിഞ്ഞ് കുറച്ചുനേരം കൂടി കിടന്നോളൂ, അമ്മ പറഞ്ഞു. പല്ല് തേപ്പ് കഴിഞ്ഞു. പിന്നെയും മൂടി പുതച്ചു കിടന്നു. അച്ഛനും ചേട്ടനും കൂടി കുളിക്കാൻ പോകുന്നത് കണ്ടപ്പോൾ തെല്ലൊരു വിഷമം തോന്നി. കുറച്ചു സമയത്തിനുള്ളിൽ നാണിയമ്മ കാപ്പിയുമായി വന്നു. ചുക്കും കുരുമുളകും തുളസിയിലയും ഒക്കെ ഇട്ട് തിളപ്പിച്ചതാണ്. ഒറ്റ വലിക്ക് കുടിച്ചോളൂ. പറഞ്ഞ പോലെ തന്നെ ഞാനത് ഒറ്റ വലിക്കകത്താക്കി. നല്ല എരിവ്. എരിവ് മാറ്റാനായി ഒരു കഷണം ശർക്കര നാണിയമ്മ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. ശർക്കരയും നുണഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും കിടന്നു. തിരുവനന്തപുരത്ത് പോയതിനെയാണ്. കടലിലെ കുളിയും തീവണ്ടിയിലെ കാറ്റുമൊക്കെ അധികമായതിനാലാണ് ഈ പനി, അമ്മ നാണിയമ്മയോട് പറഞ്ഞു. തീവണ്ടിയിലും കാറിലുമൊന്നും ജനലിന്റെ അരികത്ത് നിന്നും മാറുകയില്ല. ആ കാറ്റ് മുഴുവൻ ഇരുന്നു കൊണ്ട് തന്നെയാണ് പനി പിടിച്ചത്. അമ്മ എന്നെ കുറ്റപ്പെടുത്തി. പനി പിടിച്ചാൽ എന്താ, മരുന്ന് കഴിച്ചാൽ മാറില്ലേ? എന്നാലും എത്ര രസകരമായ കാഴ്ചകളാണ് കണ്ടത്. എനിക്കത് മതി. ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ കഞ്ഞിയും ചമ്മന്തിയുമായി വന്നു. ഉറക്കത്തിൽ നിന്ന് എന്നെ വിളിച്ചുണർത്തി. ഒന്ന് ഉറങ്ങിയപ്പോഴേക്കും നല്ല ഭേദം തോന്നി. ഇപ്പോൾ നല്ല കുറവുണ്ടമ്മേ, ഞാൻ പറഞ്ഞു. കുറവുണ്ടെന്ന് പറഞ്ഞ് ഉടൻ മുറ്റത്തും പറമ്പിലുമൊന്നും ഓടിക്കളിക്കേണ്ട. നല്ലവണ്ണം വിശ്രമം വേണം. ഈ കഞ്ഞി കുടിച്ച് കുറച്ചു നേരവും കൂടി അനങ്ങാതെ കിടന്നോളൂ, അമ്മ പറഞ്ഞു. 4 ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. അപ്പോഴേക്കും പനി മുഴുവനായിട്ടും മാറണ്ടേ. നാണിയമ്മയുടെ കാപ്പി വീണ്ടും കുടിച്ചു. 3 നേരമെങ്കിലും കുടിക്കണം എന്നാണ് നാണിയമ്മ പറഞ്ഞത്. ശർക്കര കഴിക്കാൻ കിട്ടുന്നതുകൊണ്ട് കാപ്പി കുടിക്കാൻ ഞാനും തയ്യാറായി. അന്നത്തെ എന്റെ ഭക്ഷണം കഞ്ഞിയും കാപ്പിയും തന്നെയായിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും പനി തീർത്തും മാറി. സന്ധ്യയ്ക്ക് അച്ഛൻ വന്ന ഉടനെ അന്വേഷിച്ചത് എന്റെ പനിയെക്കുറിച്ചാണ്. അച്ഛന്റെ പാറൂട്ടിക്ക് എങ്ങനെയുണ്ട്? പനിയൊക്കെ മാറിയോ? എന്റെ പനിയെല്ലാം പമ്പ കടന്നു അച്ഛാ, ഞാൻ തമാശയായി പറഞ്ഞു. പനി മാറിയെങ്കിലും അമ്മ എന്നെ പുറത്തുവിട്ടില്ല. അച്ഛനോടും ചേട്ടനോടും ഒപ്പം കുളിക്കാനും പറഞ്ഞയച്ചില്ല. കുളി ഞാൻ കുളിമുറിയിലേക്ക് മാറ്റി. അങ്ങനെ ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് വീണ്ടും സ്കൂൾ തുറന്നു. വീണ്ടും കൂട്ടുകാരുടെയും പഠിത്തത്തിന്റെയും ഇടയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. ഇത്തവണയും എനിക്കും ചേട്ടനും ഉയർന്ന മാർക്ക് തന്നെ പരീക്ഷയിൽ കിട്ടി. അച്ഛനും അമ്മയും ഞങ്ങളുടെ വിജയത്തിൽ സന്തോഷിച്ചു. തിരുവനന്തപുരത്ത് പോയതിനെക്കുറിച്ചുള്ള വലിയൊരു വിവരണം തന്നെ ഞാൻ കൂട്ടുകാരുമായി പങ്കുവച്ചു. എന്റെ ആദ്യത്തെ തീവണ്ടി യാത്രയെക്കുറിച്ചും അവരോട് വിശദീകരിച്ചു. അവധിക്ക് എന്തെല്ലാം ചെയ്തുവെന്ന് ടീച്ചർ കുട്ടികളോട് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ യാത്രയെക്കുറിച്ച് ടീച്ചറോടും പറഞ്ഞു. അങ്ങനെ വീണ്ടും എന്റെ ജീവിതം ഒരു ദിനചര്യയിൽ കൂടി നീങ്ങി.